നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങളോ നിത്യോപയോഗ സാധനങ്ങളോ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെ നിർധന കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കിവിട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ കടുത്ത ജപ്തി നടപടി. വടക്കാഞ്ചേരി നഗരസഭ 14-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ഗാന്ധി റോഡിൽ താമസിക്കുന്ന കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസുമായി എത്തി വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെ ഒഴിപ്പിച്ചത്. പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ മണികണ്ഠന് തൃശൂർ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ചെറുതുരുത്തി പോലീസാണ് അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാർ, അനു റമീസ് എന്നിവർ ഹാജരായി. മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ സംസ്ഥാനത്തെ 22 റേഞ്ച് ഓഫീസർമാർക്ക് ഭരണപരമായ കാരണങ്ങളാൽ സ്ഥലം മാറ്റം. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഭരണവിഭാഗം ജെ ജസ്റ്റിൻ മോഹൻ IFS ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. പട്ടിക്കാട് റേഞ്ചിൽ നിന്നുള്ള AC പ്രജിയാണ് പുതിയ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. അതേസമയം മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ ജീവനക്കാരോടുള്ള പ്രതികാര നടപടികളിലും മാനസിക പീഡനങ്ങളിലും പ്രതിഷേധിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് ഓട്ടുപാറ, വടക്കാഞ്ചേരി, അത്താണി മേഖലകളിലെ കടുത്ത ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്രമായ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നു. ഓഗസ്റ്റ് 15 മുതൽ 31 വരെയാണ് താൽക്കാലിക ഗതാഗത ക്രമീകരണങ്ങൾ പ്രാബല്യത്തിലുണ്ടാകുക. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം.